നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ ഹൈറേഞ്ച് ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ മഴ അതിശക്തമായി തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ലോവർ പെരിയാർ, കല്ലാർകുട്ടി, പൊന്മുടി, മലങ്കര എന്നീ അണക്കെട്ടുകൾ തുറന്നു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. ചിന്നക്കനാലിൽ 12.5 ഏക്കറിൽ അധികം ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചു. CPM പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ളവർ കൈവശം വെച്ചിരുന്ന ഭൂമിയും ഒഴിപ്പിച്ചതിൽ ഉൾപ്പെടുന്നു. കയ്യേറ്റക്കാർ ഭൂമി കൈവശം വെച്ചിരുന്നത് വ്യാജരേഖകൾ ചമച്ച്. അതേസമയം വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണിതെന്ന് CPM നേതാവ് VX ആൽബിൻ. തൊഴിൽ തട്ടിപ്പിനിരയായ ചക്കുവള്ള മണക്കര സ്വദേശി ജിനു ലൂയിസിന് കുവൈറ്റിൽ നേരിടേണ്ടി വന്നത് റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ക്രൂരമായ പെരുമാറ്റവും അമിത ജോലിഭാരവും. ജോലിക്കാർ അടക്കം 12 അംഗങ്ങളുള്ള വീട്ടിൽ ദിവസം ജിനു ജോലി ചെയ്തിരുന്നത് 17 മണിക്കൂറോളം. 1 മാസത്തെ ജോലിക്ക് ശേഷം നാട്ടിലേക്ക് തിരികെ പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഏജൻസിയിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും ദേഹോപദ്രവം ഏൽപ്പിച്ചതായും ജിനു. കട്ടപ്പന നഗരസഭയുടെ കീഴിൽ പുളിയൻമലയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തോട് ചേർന്ന് കൂടുതൽ സ്ഥലം വാങ്ങി വിപുലീകരിക്കാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്ന വാദവുമായി പ്രദേശവാസികൾ. നിലവിൽ ഈ പ്രദേശത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചതു മുതൽ പ്രദേശവാസികൾ നേരിടുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ കൂടുതൽ സ്ഥലം വാങ്ങി പ്ലാന്റ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകൾ. ഇടുക്കിയിൽ ഹൈറേഞ്ച് ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ മഴ അതിശക്തമായി തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ലോവർ പെരിയാർ, കല്ലാർകുട്ടി, പൊന്മുടി, മലങ്കര എന്നീ അണക്കെട്ടുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് പുഴകൾ നിറഞ്ഞ പലയിടത്തും വെള്ളം കരകവിഞ്ഞൊഴുകി. മുതിരപ്പുഴയാർ, തൊടുപുഴ, മൂവാറ്റുപുഴയാറുകൾ, പനംകുട്ടി, ചപ്പാത്ത് എന്നിവിടങ്ങളിൽ നീരൊഴുക്ക് അതിശക്തമാണ്. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കയറിയത് ആശങ്ക പരത്തി. ഇതിനു പുറമെ വിവിധ കെട്ടിടങ്ങളുടെയും ഇടുക്കി റോഡിലെ മുസ്ലിം പള്ളി, അരിക്കുഴ, മൂഴിക്കൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലും വെള്ളം കയറി. നാളിയാനി, കോഴിപ്പള്ളി, കുളമാവ് റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡ് തകർന്നതിനെ തുടർന്ന് ആദിവാസി മേഖലകളായ നാളിയാനി, കോഴിപ്പള്ളി മേഖലകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. തൊടുപുഴ മുതലിയാർമഠത്ത് വെള്ളം കയറി 4 വീടുകൾ ഒറ്റപ്പെട്ടു. മഴ കനത്തതോടെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 134 അടി പിന്നിട്ടു. 136 അടിയിലേക്ക് എത്തിയാൽ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ പാതി പിന്നിട്ടു. മുൻവർഷത്തേക്കാൾ 25 അടി കൂടുതലാണ് ഇടുക്കി ഡാമിലുള്ള വെള്ളം. അതേസമയം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി, പാമ്പ്ള, ലോവർ പെരിയാർ, മലങ്കര എന്നീ ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ശക്തമായ മഴയിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞും റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കാർഷിക മേഖലയ്ക്കും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വെള്ളിയാഴ്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ചിന്നക്കനാലിൽ 12.5 ഏക്കറിലധികം ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചു. CPM പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ളവർ കൈവശം വെച്ചിരുന്ന ഭൂമിയും ഒഴിപ്പിച്ചതിൽ ഉൾപ്പെടുന്നു. വ്യാജരേഖകൾ ചമച്ചാണ് കയ്യേറ്റക്കാർ ഭൂമി കൈവശം വെച്ചിരുന്നത്. CPM ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗം VX ആൽബിൻ കൈവശം വെച്ചിരുന്ന 2 ഏക്കർ 80 സെന്റ് ഭൂമി ഉൾപ്പെടെയുള്ള കയ്യേറ്റമാണ് ഒഴിപ്പിച്ചത്. ചിന്നക്കനാലിൽ 2 ഭാഗങ്ങളിലായി 12 പേരാണ് കയ്യേറ്റം നടത്തിയത്. ചിന്നക്കനാൽ വിലക്ക് 70 ഏക്കർ റോഡിന് ഇരുവശത്തുമായി 2 ഏക്കർ 88 സെന്റ് ഭൂമിയിൽ 7 പേരും, സൂര്യനെല്ലി റോഡിന് സമീപം 9 ഏക്കർ 53 സെന്റ് ഭൂമിയിൽ ആൽബിൻ ഉൾപ്പെടെ 5 പേരുമാണ് കയ്യേറ്റം നടത്തിയത്. വിലക്ക് ഭാഗത്ത് 2000-ലാണ് കയ്യേറ്റം നടന്നത്. സോണിയ എലിസബത്ത്, റാണി തങ്കച്ചൻ, ബോബി സ്കറിയ, പ്രമോദ് ജോസഫ്, ഗ്രേസ് തോമസ്, തോമസ് മാത്യു, ജോസ് ജോസഫ് എന്നിവരാണ് കയ്യേറ്റക്കാർ. വള്ളിയമ്മ എന്ന പേരിൽ ഭൂമിക്ക് പട്ടയവും സൃഷ്ടിച്ചിരുന്നു. മൂന്നാർ ദൗത്യകാലത്ത് കയ്യേറ്റം കണ്ടെത്തിയിരുന്നെങ്കിലും കയ്യേറ്റക്കാർ കോടതിയെ സമീപിച്ചിരുന്നതിനാലാണ് ഏറ്റെടുക്കൽ വൈകിയത്. നിലവിൽ 7 പേരുടെ കൈവശം വരുന്ന ഭൂമിയും ഏറ്റെടുത്തു. സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു കൊടുക്കണം എന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ കയ്യേറ്റങ്ങൾ നടത്തി സർക്കാരിൻ്റെ ഭൂമി ചില വ്യക്തികൾ മാത്രം കൈവശം വയ്ക്കുന്നത്. അപ്പോൾ അതാണ് അങ്ങനെയുള്ള വൻകിട കയ്യേറ്റങ്ങളെയാണ് ഒഴിപ്പിച്ചെടുക്കുന്നത്. ചെറുകിട ഇതിനകത്ത് തന്നെ ആർക്കെങ്കിലും ഇപ്പം ഈ നേരത്തെ നടത്തിയ വൻകിട കയ്യേറ്റങ്ങളിൽ നിന്ന് കൈമാറി കിട്ടിയ ആളുകളാണ് ഇതിനകത്തുള്ളത്. അവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, അവർക്ക് നിയമപരമായിട്ട് പതിച്ചു കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അവർക്കും ആ ഭൂമി കൊടുക്കുന്നതിനും സർക്കാരിനൊന്നും അത്തരത്തിലുള്ള വിരോധമൊന്നുമില്ല. ഈ വൻകിട കയ്യേറ്റങ്ങൾ, അതായത് നമ്മുടെ
ഈ സമൂഹത്തിൻ്റെ ജനങ്ങളുടെ ആവശ്യമായ ഭൂമിയെ ചില വ്യക്തികൾ മാത്രം ഉപയോഗിക്കുന്നു, അവർ മാത്രം എൻക്രോച്ച് ചെയ്യുന്നു എന്ന ഒരു നിലപാട് അത് കൊടുക്കാൻ വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഈ ഭൂമികളെല്ലാം പാവപ്പെട്ടവർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ചെയ്യും. കളക്ടർ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഭൂരഹിതരായ ആളുകളുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമികളെല്ലാം അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും യാതൊരു ആശങ്കയും വേണ്ട. ഈ ഒഴിപ്പിക്കൽ നടപടി കൊണ്ട് നേരത്തെ അങ്ങനെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഭൂരഹിതരായ ആളുകൾക്കോ ചെറുകിട ഇങ്ങനെ സർക്കാർ ഭൂമിയിൽ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കോ ഒരു ആശങ്കയും വേണ്ട. വൻകിട കയ്യേറ്റക്കാരെയാണ് ഈ സർക്കാർ ഒഴിപ്പിച്ചെടുക്കുന്നത്. സൂര്യനെല്ലി റോഡിനോട് ചേർന്നുള്ള 9.5 ഏക്കറിൽ അധികം വരുന്ന ഭൂമിയിൽ VX ആൽബിനെ കൂടാതെ ചക്കുവള്ളം സ്വദേശി സിബി തോമസ്, മുംബൈ സ്വദേശി അൻഷുൽ സിനോയി, തിരുവനന്തപുരം സ്വദേശി അനിൽ ജേക്കബ് എന്നിവരാണ് ഭൂമി കൈവശം വെച്ചിരുന്നത്. ചിന്നക്കനാൽ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭൂമി ഏറ്റെടുത്തത്. ചിന്നക്കനാലിൽ HNL പാട്ടത്തിന് നൽകിയ ഭൂമിയിലെ യൂക്കാലി മരങ്ങൾ വെട്ടിമാറ്റിയും വനംവകുപ്പ് ജണ്ടകൾ നശിപ്പിച്ചതും VX ആൽബിന്റെ നേതൃത്വത്തിൽ എന്ന് റവന്യൂ റിപ്പോർട്ട്. 2006 മെയ് 17 ചിന്നക്കനാലിൽ ഭൂമി കയ്യേറിയെന്നാണ് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിലുള്ളത്. അതേസമയം വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണിതെന്നാണ് CPM നേതാവ് VX ആൽബിന്റെ പ്രതികരണം. 2 ഏക്കർ 80 സെന്റ് ഭൂമിക്ക് അന്തോണിയമ്മ എന്നയാളുടെ പേരിലും 3 ഏക്കർ 25 സെന്റിന് മാർക്കോസ് ഇസാക്ക് എന്നയാളുടെ പേരിലും പട്ടയം ഉണ്ടെന്നായിരുന്നു ആൽബിൻ ഉൾപ്പെടെയുള്ളവരുടെ അവകാശവാദം. ഈ ഭൂമി HNL കയ്യേറിയതാണെന്ന് ആരോപിച്ച ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു. തുടർ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകി. തുടർന്ന് ഇവർക്ക് ഭൂമി പതിച്ചു നൽകിയതാണെന്ന് ജില്ലാ കളക്ടർ 2007 ഏപ്രിൽ 4 ഉത്തരവിറക്കി. എന്നാൽ പട്ടയരേഖകളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് മൂന്നാർ DFO ജില്ലാ കളക്ടർക്ക് വീണ്ടും പരാതി നൽകി. തുടർന്ന് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ LA 166, 72, 234, 68 എന്നീ പട്ടയങ്ങൾ വ്യാജമാണെന്ന് കണ്ടെത്തി. ഈ പട്ടയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സർവേ നമ്പറിൽ ഉൾപ്പെട്ട ഭൂമിയല്ല കൈവശക്കാർ അവകാശം ഉന്നയിക്കുന്നതെന്നും ഉടുമ്പൻചോല തഹസിൽദാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇതോടെ 2007 ഏപ്രിൽ 4 ജില്ലാ കളക്ടറുടെ ഉത്തരവ് റദ്ദാക്കി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി ആരംഭിച്ചു. എന്നാൽ VX ആൽബിൻ ഉൾപ്പെടെയുള്ള കൈവശക്കാർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചതോടെ മൂന്നാർ ദൗത്യകാലത്ത് കണ്ടെത്തിയ ഭൂമി കയ്യേറ്റത്തിൽ നടപടി സ്വീകരിക്കുന്നത് 1.5 പതിറ്റാണ്ടോളം വൈകി. റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ച ഭൂമി താൻ വില കൊടുത്തു വാങ്ങി കരമടച്ചുകൊണ്ടിരുന്നതാണെന്നും തന്നെയും പാർട്ടിയെയും തേജോവധം ചെയ്യാൻ ചില ഉദ്യോഗസ്ഥർ നടത്തിയ ഗൂഢാലോചനയാണിതെന്നും VX ആൽബിൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടപെട്ടിരുന്നു. ഞാൻ ഇടപെട്ട് ഇത് ആദിവാസികൾക്ക് ഒരു ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ അന്നത്തെ ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട ഇന്നത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ബിനോയ് വിശ്വം സഖാവ് അങ്ങേരുണ്ടായിരുന്നു. അന്നത്തെ റവന്യൂ മിനിസ്റ്റർ KP രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു കോടതി മുഖാന്തരമാണെങ്കിൽ കോടതി ഇടപെട്ട സ്ഥിതിക്ക് കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിത് എൻ്റെ പേരിൽ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്, കരമടച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവനുസരിച്ച് കരം സ്വീകരിച്ചിരിക്കുന്ന ഭൂമികളുടെ എല്ലാം കരം സ്വീകരിക്കണമെന്നും അങ്ങനെ തടസ്സപ്പെടുത്താൻ റവന്യൂ അധികാരികൾക്ക് അധികാരമില്ലെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് GE ഇറങ്ങിയിട്ട് പോലും 5 ദിവസം ആയിട്ടുണ്ട്. അതിൻ്റെ കോപ്പികളൊക്കെ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക്. അപ്പോൾ മനഃപൂർവ്വം എന്നെ കരിവാരിത്തേക്കാനും എന്നിൽ കൂടി ഞാൻ വിശ്വസിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും തേജോവധം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം ഏതോ ഉദ്യോഗസ്ഥന്മാരുടെ മേഖലയിൽ നടക്കുന്നു. ഇത് ഗവൺമെൻറ് ശ്രദ്ധയിലും ഈ വസ്തുവിനെ സംബന്ധിച്ച് വീണ്ടും അളന്ന് തിട്ടപ്പെടുത്തി പരിശോധിക്കണമെന്നും ബഹുമാനപ്പെട്ട റവന്യൂ സെക്രട്ടറിക്കും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഞാൻ അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വസ്തുവിനെ സംബന്ധിച്ച് വീണ്ടും അന്വേഷണം നടത്താൻ റവന്യൂ വകുപ്പിന് പരാതി നൽകുമെന്നും ആൽബിൻ വ്യക്തമാക്കി. ആൽബിൻ ഉൾപ്പെടെ 12 പേർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഏറ്റെടുത്തത്. തൊഴിൽ തട്ടിപ്പിനിരയായ അണക്കര സ്വദേശി ജിനു ലൂയിസിനെ കുവൈറ്റിൽ നേരിടേണ്ടി വന്നത് റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ക്രൂരമായ പെരുമാറ്റവും അമിത ജോലിഭാരവും. ജോലിക്കാരടക്കം 12 അംഗങ്ങളുള്ള വീട്ടിൽ ദിവസം 17 മണിക്കൂറോളമാണ് ജോലി ചെയ്യേണ്ടി വന്നത്. 1 മാസത്തെ ജോലിക്ക് ശേഷം നാട്ടിലേക്ക് തിരികെ പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഏജൻസിയിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും ദേഹോപദ്രവം ഏൽപ്പിച്ചതായും ജിനു പറഞ്ഞു. മകന് നല്ല വിദ്യാഭ്യാസം നൽകണം, കടങ്ങൾ വീട്ടണം എന്നീ സ്വപ്നങ്ങളും മോഹങ്ങളുമായാണ് അണക്കര വെള്ളറയിൽ ജിനു ലൂയിസ് കുവൈറ്റിൽ ജോലിക്കായി വിമാനം കയറിയത്. ചെറിയ കുട്ടിയെ നോക്കുന്നതിനെന്ന് പറഞ്ഞാണ് പാലായിലുള്ള ഏജന്റ് ബീന മുഖേന വിദേശത്തെത്തിയത്. എന്നാൽ 12 അംഗങ്ങളുള്ള വീട്ടിലെ മുഴുവൻ പണികളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നതായി ജിനു പറയുന്നു. പുലർച്ചെ 4:45 ആരംഭിക്കുന്ന ജോലികൾ തീർത്ത് രാത്രി 1 മണിയോടെയാണ് ഉറങ്ങാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ സ്വന്തം വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കാനുള്ള സമയം പോലും ലഭിക്കാറില്ല. ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതിന് ശാരീരികമായി ബുദ്ധിമുട്ടുള്ള വിവരം ഏജൻസിയെ അറിയിച്ചതോടെ 2 ലക്ഷം രൂപ നൽകണമെന്ന ഭീഷണിയാണ് ഇവർ ഉയർത്തിയത്.
1 മാസം ജോലി ചെയ്ത ശേഷം ഏജൻസിയുടെ ജീവനക്കാർ വന്ന ഇവരുടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് 4 ദിവസം ഇവിടുത്തെ AC മുറിയിൽ പുറത്തിറങ്ങാനാവാതെ അടച്ചിട്ടതായി ജിനു പറഞ്ഞു. അവിടെ ഏജൻസി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പെൺപിള്ളേർ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച് അവിടെ 2 മാസത്തോളമായിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു താത്ത വന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് നാട്ടിൽ പോകണം, അവർക്ക് സുഖമില്ലായിരുന്നു, അവർക്ക് മെൻ്റലി എന്തോ പ്രോബ്ലം പോലെയായിരുന്നു. എന്നിട്ട് പോലും അവരെ കയറ്റി വിട്ടില്ല. ഇവിടെ കിടന്ന് നിങ്ങൾ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളെ വിടത്തില്ലെന്ന് ഏജൻസിക്കാർ പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും തുക വേണം, എന്നാലേ ഞങ്ങളെ വിടത്തുള്ളെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. ഒരു റൂമിനകത്ത് കൊണ്ട് നിർത്തിയിട്ട് AC, അവിടെ ഫുൾ AC, എപ്പോഴും AC ഉണ്ട്. നമ്മളെ ഒരു ഷോള് പോലും പുതയ്ക്കാൻ സമ്മതിക്കത്തില്ല. നമ്മൾ രാവിലെ തൊട്ട് ആ ACയുടെ അടുത്ത് രാവിലെ തൊട്ട് നമ്മൾ ഒരേ ഇരിപ്പാണ് വൈകിട്ട് വരെ. നമ്മൾ റൂമിൽ കയറ്റി വിടും, ഒന്നും അവർ ചെയ്യത്തില്ല. ഞാനതെല്ലാം ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തിനാ അങ്ങനെ ഇരുത്തുന്നേ? എന്നിട്ട് നമ്മളെ റൂം ലോക്ക് ചെയ്തിട്ടാണ് അവർ പുറത്തോട്ട് പോകുന്നത്, പുറത്ത് വിടത്തേ ഇല്ല. പക്ഷേ ലാസ്റ്റ് ഞാനിങ്ങനെ ഡീൻ കുര്യാക്കോസ് MPക്ക് പരാതിയൊക്കെ കൊടുത്തെന്ന് അറിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്നെ പുറത്തിറക്കി റോഡിൽ കൊണ്ടുപോയി ഇട്ടത്, വലിച്ചിറക്കി. അവിടെ നിന്നാണ് പിന്നെ ഇന്ത്യൻ എംബസിയുടെ ഷെൽട്ടറിലും എല്ലാം എത്തി. ഇന്ത്യൻ എംബസി എല്ലാം ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് പോരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ യുദ്ധവും കാര്യങ്ങളും എല്ലാം കൂടെ വന്നതുകൊണ്ട് എനിക്ക് തിരിച്ചു പോരാൻ പറ്റാതെ വന്നു. അവർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നാട്ടിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടതോടെ ബലമായി വലിച്ചിഴിച്ച് റോഡിലേക്ക് ഇറക്കിവിടുകയും ഏജൻസി ജീവനക്കാരിയായ രജനി എന്ന സ്ത്രീ ഉപദ്രവിക്കുകയും ചെയ്തെന്നും ജിനു പറയുന്നു. തുടർന്ന് പോലീസിൽ മിസ്സിംഗ് കേസ് നൽകുകയും ജിനുവിനെ പോലീസ് പിടികൂടുകയും ചെയ്തു. നിയമ നടപടികൾക്ക് ശേഷം എംബസിയുടെ ഭാഗത്തു നിന്നും വേണ്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മകൻ മരിച്ച വിവരം അറിയാതെയാണ് ജിനു നാട്ടിലെത്തിയത്. ഇതേ അവസ്ഥയിൽ ഏജൻസിയുടെ ചതിക്കുഴിയിൽപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങാനാകാതെ നിരവധി സ്ത്രീകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായും ജിനു പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ കീഴിൽ പുളിയൻമലയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തോട് ചേർന്ന് കൂടുതൽ സ്ഥലം വാങ്ങി വിപുലീകരിക്കാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്ന വാദവുമായി പ്രദേശവാസികൾ. നിലവിൽ ഈ പ്രദേശത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചതു മുതൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രദേശവാസികൾ നേരിടുന്നത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ കൂടുതൽ സ്ഥലം വാങ്ങി പ്ലാന്റ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ ആധുനിക അറവുശാലയും മാലിന്യ സംസ്കരണ പ്ലാന്റും പുളിയൻമലയിലാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ ഇതിനോടകം നിരവധി പരാതികൾ പ്ലാന്റിനെതിരെ ഉയർന്നിട്ടുണ്ട്. അറവുശാലയും മാലിന്യ സംസ്കരണ കേന്ദ്രവും ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ സാധ്യമല്ലെന്ന നിയമസാധ്യത ചൂണ്ടിക്കാട്ടിയതോടെ അറവുശാലയുടെ പ്രവർത്തനം നഗരസഭ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ക്രമാതീതമായി മാലിന്യം ഇവിടെ കുമിഞ്ഞുകൂടിയതോടെ ഇത് സംസ്കരിക്കുന്നതിന് പ്രതിസന്ധിയുണ്ട്. ഇത് കണക്കിലെടുത്താണ് നഗരസഭ സമീപത്തായി കൂടുതൽ സ്ഥലം വാങ്ങി മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇതാണ് നിലവിൽ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുള്ളത്. ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ തുക വകയിരുത്തിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കിയ ശേഷം നിലവിലുള്ള സ്ഥലത്ത് പ്രവർത്തനങ്ങൾ നടത്താമെന്നിരിക്കെ കൂടുതൽ സ്ഥലം വാങ്ങി മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കുന്നതിൽ പ്രദേശവാസികൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. അപ്പം അതിൻ്റെ എല്ലാം ഭാഗമായി അവിടെ ഡംപ് ചെയ്തിട്ടിരിക്കുന്ന മാലിന്യം മാറ്റുക എന്നുള്ളതാണ്. അവിടെ മാറ്റിയാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം വൃത്തിയായി കിട്ടും. അതിനുശേഷം മുനിസിപ്പാലിറ്റി അവിടെ കൊണ്ടുവന്ന് ഏതെങ്കിലും രൂപത്തിൽ തരംതിരിച്ചോ മറ്റൊരു പ്രക്രിയ ചെയ്യുന്നതിന് അവിടെ സ്ഥലമുണ്ട്. അപ്പം അങ്ങനെ സ്ഥലം പരുവപ്പെടുത്തി എടുക്കുന്നതിന് പകരം വീണ്ടും അതിന് തൊട്ടപ്പുറയായി വീണ്ടും സ്ഥലം വാങ്ങി അവിടേക്ക് ഡംപിംഗ് യാർഡും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചായിട്ട് അറിയുന്നു. ആ തീരുമാനത്തെ ഒരു കാരണവശാലും അവിടെ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ സ്ഥലമുണ്ട്, ഞങ്ങൾ അതിനെ എതിർക്കുന്നുമില്ല. അപ്പോൾ ആ സ്ഥലം നിലവിൽ മാലിന്യം അവിടെ നിന്ന് നീക്കം ചെയ്ത് ആവശ്യമായ ക്രമീകരണം നടത്തി എന്താണ് കുടിവെള്ളത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവിടെ എല്ലാ ക്രമീകരണം അവിടെ ഉണ്ട്. അതെല്ലാം മാറ്റിവെച്ചിട്ട് എന്തോ ആരുടെയോ ഒക്കെയോ ശുപാർശ പ്രകാരം ആരൊക്കെ വേറെന്തെങ്കിലും സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് സംശയമാണ്. അതല്ലെങ്കിൽ 9 കൊല്ലക്കാലമായി ഈ വസ്തുവിനെ സംബന്ധിച്ച് വസ്തു മേടിക്കണം അതിന് എല്ലാ ബഡ്ജറ്റുകളിലും പണം മാറ്റിവെക്കുന്ന ഒരു രീതി കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയ്തു വരികയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മേടിക്കാൻ വേണ്ടി അത് കോട്ട് ചെയ്തിട്ടുള്ള 3 പേരങ്ങളുടെ കോട്ട് ചെയ്ത് ഏറ്റവും കുറഞ്ഞത് ഈ പറയുന്ന സ്ഥലം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള സമീപനത്തിൽ മുനിസിപ്പാലിറ്റി മാറണം. നിലവിലുള്ള സാഹചര്യം മെച്ചപ്പെടുത്തിയെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നല്ലത്. ആധുനിക അറവുശാല നവീകരിച്ച് ഇവിടെ തന്നെ പ്രവർത്തനം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ ഇതും അംഗീകരിക്കില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നിലവിൽ സാംക്രമിക രോഗഭീഷണിയടക്കം മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഈ മാലിന്യ പ്ലാന്റ് വന്നതിനു ശേഷം പ്രദേശവാസികൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെയാണ് നേരിടുന്നത്. മാലിന്യ പ്ലാന്റ് വിപുലീകരിക്കാനുള്ള നീക്കം നടത്തിയാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധം ഉയരുമെന്നും നാട്ടുകാർ പറഞ്ഞു.
കൊന്നത്തടി മുനിയറയിൽ ഏലത്തോട്ടത്തിനുള്ളിലെ വീടിനു നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. വീടിന്റെ ജനലുകളും മോട്ടോർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്കും കേടുപാടുകൾ വരുത്തി. മുനിയറ കറുത്തേടത്ത് ബിജുവിന്റെ ഏലത്തോട്ടത്തിലാണ് സംഭവം. ബിജു വെള്ളത്തൂവൽ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ 8 വർഷമായി മുനിയറ സ്വദേശി കറുത്തെടുത്ത് ബിജു പാട്ടത്തിനെടുത്ത് ഏലം കൃഷി ചെയ്തു വന്നിരുന്ന തോട്ടത്തിലെ വീടിനുള്ളിലാണ് സാമൂഹിക വിരുദ്ധർ ആക്രമണം നടത്തിയത്. ചൊവ്വാഴ്ച തോട്ടത്തിലെ പണികൾക്ക് ശേഷം വൈകിട്ട് ബിജുവും ജോലിക്കാരും തിരികെ പോയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ എത്തിയപ്പോഴാണ് വീട് തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് അകത്ത് പരിശോധന നടത്തിയപ്പോൾ ഏലത്തിന് മരുന്നടിക്കുന്നതിനായി വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മോട്ടോറും മറ്റു ഉപകരണങ്ങളും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. മോട്ടോറിന്റെ ബെൽറ്റും വാൽവും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർത്തതായും പെട്രോൾ ടാങ്കിലേക്ക് ഉപ്പ് പോലുള്ള വസ്തുക്കൾ നിറച്ചതായും കണ്ടെത്തി. കൂടാതെ വീടിന്റെ 2 ജനലുകളും തകർത്തു. വീടിനുള്ളിലെ വൈദ്യുതി ബോർഡുകളും മെയിൻ സ്വിച്ചും ഉൾപ്പെടെയുള്ളവ തകർത്ത നിലയിലാണെന്ന് ബിജു പറഞ്ഞു. ഞാൻ 9 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തൊരു സ്ഥലമായിരുന്നു. 8 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർഷം കൊണ്ട് എനിക്ക് തീരുന്ന പറമ്പ. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ കയറി പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ കയറി എൻ്റെ മോട്ടർ മൊത്തം നശിപ്പിക്കുകയും ഫ്യൂസ് ഉരുവെച്ച് അതെല്ലാം സ്വിച്ച് ബോർഡ് സഹിതം നശിപ്പിക്കുകയും എല്ലാം ചെയ്ത് എൻ്റെ വീട് ജനലും എല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്തു. താര എന്താണെന്നൊന്നും അറിയത്തുമില്ല. സംഭവം സംബന്ധിച്ച് വെള്ളത്തൂവൽ പോലീസിൽ ബിജു പരാതി നൽകി. 9 വർഷത്തേക്ക് ഏറ്റെടുത്ത പാട്ട കാലാവധി അടുത്ത വർഷം അവസാനിക്കാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം അതിക്രമം നടന്നത്. 50,000 രൂപയുടെ നഷ്ടമുണ്ടായെന്നും അതിക്രമം നടത്തിയവരെ കണ്ടെത്തി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ബിജു ആവശ്യപ്പെട്ടു. വിവിധ ആളുകളുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് തുക മാത്രം നൽകി വാഹനങ്ങൾ വാങ്ങി തമിഴ്നാട്ടിലെത്തിച്ച് പൊളിച്ചുവിറ്റ പ്രതി പിടിയിൽ. കട്ടപ്പന തൊവരയാർ തേക്കിൻകാട്ടിൽ ശരത്ത് ഷാജിയാണ് പോലീസിന്റെ പിടിയിലായത്. ശരത്തിന്റെ കൂട്ടുപ്രതിയായ അശോകനെ കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം മുൻപ് പിടികൂടിയിരുന്നു. മുൻപ് സമാന രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്തതിന് ശരത്തിനെതിരെ കട്ടപ്പന കുമളി അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട്. അന്ന് അറസ്റ്റിലായ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം മുങ്ങുകയായിരുന്നു. തുടർന്ന് ഈ കേസുകളിൽ കോടതി LP വാറണ്ട് പുറപ്പെടുവിച്ചതിനിടെയാണ് പ്രതി സമാന കുറ്റകൃത്യം നടത്തിയത്. തൃശൂർ, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പ്രതി വളരെ അപൂർവമായി മാത്രമേ വീട്ടുകാരുമായി ബന്ധപ്പെടാറുണ്ടായിരുന്നുള്ളൂ. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPSന്റെ നിർദ്ദേശാനുസരണം ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡും കട്ടപ്പന ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങളും ഇയാൾക്കായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് പ്രതി പിടിയിലായത്. അന്വേഷണ സംഘത്തിൽ കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ, SCPOമാരായ ജോബിൻ ജോസ്, ആന്റണി KJ, പ്രജീഷ് കുമാർ, ജയേഷ് മോൻ KB, രഞ്ജിൻ ഗോപിനാഥ് എന്നിവരും ഉൾപ്പെട്ടിരുന്നു. കാഞ്ചാർ കൽത്തൊട്ടി കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന നടത്തിവന്നയാളെ എക്സൈസ് സംഘം പിടികൂടി. ചെറ്റയിൽ ബിജു എന്നറിയപ്പെടുന്ന ജെയിംസ് സെബാസ്റ്റ്യനെയാണ് 5 ലിറ്റർ വിദേശ മദ്യവുമായി സംഘം പിടികൂടിയത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലബ്ബക്കട കുഞ്ചുമല റോഡിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ വാഹനത്തിൽ നിന്നും വിൽപ്പനയ്ക്ക് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 5 ലിറ്റർ വിദേശ മദ്യം കണ്ടെടുത്തു. ഓട്ടോറിക്ഷയിലാണ് ചില്ലറ വിൽപ്പനയ്ക്കായി മദ്യം സൂക്ഷിച്ചിരുന്നത്. വാഹനവും കസ്റ്റഡിയിലെടുത്തതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡ്രൈ ഡേക്കായിട്ട് വിൽപ്പനയ്ക്കായിട്ട് കരുതി വെച്ചിട്ടുള്ള മദ്യമാണ് ലംബക്കട ഭാഗത്തു നിന്ന് ബൈജു എന്നറിയപ്പെടുന്ന ജെയിംസിൽ നിന്ന് കണ്ടെടുത്തത്. 5 ലിറ്റർ മദ്യമാണ്. മദ്യം വിൽക്കാൻ ഉപയോഗിച്ചിരുന്ന വാഹനവും വിൽപ്പന രേഖകളും സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും അടക്കം അറസ്റ്റ് ചെയ്ത് റേഞ്ച് ഓഫീസിലും എത്തിക്കാനുണ്ടായത്. ലഹരി വിരുദ്ധ ദിനം പ്രമാണിച്ച് വിദേശ മദ്യശാലകൾ അടച്ച സാഹചര്യത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിവന്നത്. ഇയാൾ മുൻപും അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് പിടിയിലായിട്ടുണ്ടെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. അവധി ദിവസങ്ങളിലടക്കം അനധികൃത മദ്യവിൽപ്പന നടക്കുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാനാണ് എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. ഉദ്യോഗസ്ഥരായ അതുൽ ലോനൻ MF, മനോജ് സെബാസ്റ്റ്യൻ, സജിമോൻ G തുണ്ടത്തിൽ, ജെയിംസ് മാത്യു, ശ്രീകുമാർ S, ഡെന്നിസൺ ജോസ്, PM അജേഷ് എന്നിവരാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതീകാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചു. ജവഹർലാൽ നെഹ്റുവിനെ അധിക്ഷേപിച്ച PC ജോർജിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പ്രതിഷേധത്തിന്റെ ഭാഗമായി PC ജോർജിന്റെ ചിത്രത്തിൽ പ്രവർത്തകർ ചാണകമൊഴിച്ചു. കഴിഞ്ഞ ദിവസം PC ജോർജ് നടത്തിയ വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ലോകം ആദരിക്കുന്ന ജവഹർലാൽ നെഹ്റുവിനെ അധിക്ഷേപിക്കുകയും ഇന്ത്യയിലെ മതേതരത്വത്തെ തകർക്കാനും ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ നാവായി മാറിയിരിക്കുകയാണ് PC ജോർജ് എന്ന നേതാക്കൾ ആരോപിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി PC ജോർജിന്റെ ചിത്രത്തിൽ പ്രവർത്തകർ ചാണകമൊഴിച്ചു. PC ജോർജ് മൂരാച്ചി, നിന്നോടൊന്ന് പറഞ്ഞേക്കാം, നാണം കെട്ടൊരു PC ജോർജ്, നാണം കെട്ടൊരു PC ജോർജ്.
കേരള നാടിന് അപമാനം, കേരള നാടിന് അപമാനം. വേണ്ട വേണ്ട ഞങ്ങളോട് വേണ്ട, ഞങ്ങളോട് വേണ്ട. നെഹ്റു വാരം അറിയാമോ? നെഹ്റു വാരം അറിയാമോ? PC ജോർജ് ഭരണാരി. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. PC ജോർജിനെ പൂഞ്ഞാറ്റിൽ ജീവിച്ചു പോകുന്നതിന് പോലും കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ബോധ്യമായപ്പോഴാണ് PC ജോർജ് ജനാധിപത്യ ചേരികളെയും മതേതര ചേരികളെയും ഒക്കെ വിട്ടുകൊണ്ട് രാജ്യം ഭരിക്കുന്ന BJPയുടെ പക്കലേക്ക് ചെന്ന് അഭയം തേടിയ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ BJPയുടെ പക്ഷത്ത് ചെന്ന് അഭയം തേടിയ ശ്രീ PC ജോർജ് ഇന്ന് സംഘപരിവാറിൻ്റെ ആളുകളെക്കാൾ തീവ്രമായി BJPക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് എത്രമാത്രം അപകടകരവും അപലപനീയവുമായി മാറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ് ഇന്നലെ ബഹുമാനനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെതിരായി അദ്ദേഹം പറഞ്ഞത് എന്ന് സൂചിപ്പിക്കാൻ ഞാനിവിടെ ആഗ്രഹിക്കുക. ഈ ലോകമൊത്ത് ഒരാൾ പോലും ഇന്നുവരെ ഉന്നയിച്ചിട്ടില്ലാത്ത ആക്ഷേപവും ആരോപണവുമാണ് അദ്ദേഹം പറഞ്ഞത്. ജോസ് മുത്തനാട്ട്, CM തങ്കച്ചൻ, ജോസ് ആനക്കല്ലിൽ, റൂബി വേഴമ്പത്തോട്ടം, അരുൺകുമാർ കാപ്പുകാട്ടിൽ, റിൻഡോ വേലനാത്ത്, ഷിബു പുത്തൻപുരയ്ക്കൽ, സജിമോൾ ഷാജി, പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ ഉടുമ്പൻചോല ചെമ്മണ്ണാറ്റിൽ ഏക്കർ കണക്കിന് ഏലം കൃഷി നശിച്ചു. കൃഷി വ്യാപകമായി നശിക്കുമ്പോഴും സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു. കർഷകർക്ക് അടിയന്തര സഹായം എത്തിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ജില്ലയിൽ അനുഭവപ്പെടുന്ന ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും ആഞ്ഞു വീശുന്നുണ്ട്. ശക്തമായ കാറ്റിൽ ഏലച്ചെടികൾക്കാണ് വ്യാപക നാശം സംഭവിച്ചിരിക്കുന്നത്. ഏക്കർ കണക്കിന് ഏലമാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത്. ഇത്തവണ മികച്ച രീതിയിൽ വിളവ് ലഭിച്ചിരുന്ന ഏലച്ചെടികൾ നശിച്ചതോടെ കടബാധ്യതയിലേക്ക് കർഷകർ കൂപ്പുകുത്തി. കാലവർഷത്തിൽ വ്യാപകമായ നാശം ഏലം മേഖലയ്ക്കുണ്ടായിട്ടും സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും സ്പൈസസ് ബോർഡിൽ നിന്ന് ₹1 പോലും ഏലം കർഷകർക്ക് ധനസഹായമായി ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. ഈ കഴിഞ്ഞ കാറ്റത്ത് ഒടിഞ്ഞു പോയതാണ്. ഇതിനകത്തുണ്ടായിരുന്ന ഏറിയ ഭാഗം ചെടിയും ഒടിഞ്ഞ് തകിടുപൊടിയായി പോയി. ഇതിന് ഒരു സഹായവും ഒരു ഭാഗത്തുനിന്നും കിട്ടുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമില്ല, സ്പൈസസ് ബോർഡിൻ്റെ ഭാഗത്തുനിന്നുമില്ല, ഒരിടത്തുനിന്നുമില്ല. ഇത് പോയത് ഇനി അതൊന്ന് റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഒത്തിരി പൈസ മുടക്കാവും. ഇത്തവണത്തെ വിളവും നശിച്ച അവസ്ഥയിലാണ്. കൃഷി പുനരാരംഭിക്കാനും മുമ്പോട്ടു പോകാനും സർക്കാർ സഹായങ്ങളില്ലാതെ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. അതേസമയം പ്രതിസന്ധിയിലായ ഏലം മേഖലയെ സഹായിക്കുന്നതിന് അടിയന്തര നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരും സ്പൈസസ് ബോർഡും തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായി സമരത്തിന് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ഏലം പാടെ പോയിരിക്കുകയാണ്. കാറ്റടിച്ച് മുഴുവൻ കൃഷിക്കാർക്ക് ഭയങ്കരമായി നഷ്ടം. ഈ പ്രാവശ്യം നിലവിൽ ഉൽപ്പാദനം കൂടിയിട്ടുണ്ടായിരുന്നു. ഒരു ശകലം വ്യത്യാസം, വില ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃഷിക്കാർക്ക് ഒരു ശകലം ആശ്വാസം എന്ന നിലയിലാണ് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കാലാവസ്ഥ മോശമായി കാറ്റടിച്ചതുകൊണ്ട് കൃഷിക്കാർക്ക്, ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ ഉടുമ്പൻചോല താലൂക്കിലെ കൃഷിക്കാർക്ക് വളരെ നാശനഷ്ടമാണ് ഇപ്പോൾ നിലവിലുണ്ടാക്കി. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അതുകൂടാതെ തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കുന്ന സ്പൈസസ് ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനോ അത് കാണാൻ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല എന്ന കാര്യമാണ് ഉറപ്പ്. ഏലം മേഖലയിൽ നിലവിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടം പ്രത്യേകമായി വിലയിരുത്തുന്നതിന് സ്പൈസസ് ബോർഡ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അതേസമയം ഏലം മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നതായും കർഷകർക്ക് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കുമെന്നുമാണ് സ്പൈസസ് ബോർഡ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. അയ്യപ്പൻകോവിൽ ഉപ്പുതറ മേഖലയിൽ കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ പെരിയാറിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. ഇതോടെ ആശങ്കയിലാണ് പെരിയാർ തീരദേശവാസികൾ. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിച്ചത്. ഇതോടൊപ്പം മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്നതും തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കൂടാതെ തീരപ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങിയതോടെ രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇവർ. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് ആവശ്യപ്പെട്ടു. ഏറ്റവും പ്രധാനമായി വേണ്ടത് 2014 സുപ്രീം കോടതിക്ക് വിധിക്ക് മുമ്പ് തന്നെ അന്നത്തെ ഗവൺമെൻറ് കർക്കശമായി സ്വീകരിച്ച മുല്ലപ്പെരിയാറിൻ്റെ തീരദേശങ്ങളിലുള്ളവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അവർക്ക് പെട്ടെന്നൊന്ന് കയറി പോകുന്നതിന് വേണ്ടുന്ന വെട്ടവും വെളിച്ചവും അതിനുള്ള സംവിധാനം ക്രിയാത്മകമാണോ എന്ന്
ഗ്രാമപഞ്ചായത്തുകളൊന്ന് വിലയിരുത്തണം. അത് വണ്ടിപ്പേര മുതൽ കാഞ്ചാർ പഞ്ചായത്ത് വരെയുള്ള 5 പഞ്ചായത്തിൻ്റെ തീരത്ത് അത് വലിയതായി അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉപ്പതറ പഞ്ചായത്തിലെയും അയ്യപ്പൻകോവിലിൻ്റെയും ഏലപ്പാറയിലെയും വണ്ടിപ്പെരിയാറിലെ തീരത്തുള്ളവർ വലിയ ഒരു പരാതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ കാണുവാൻ വേണ്ടുന്ന ഒരു നടപടി ഗവൺമെൻറ് സ്വീകരിക്കണമെന്നാണ് മുല്ലപ്പെരിയാർ സമരസമിതിക്ക് പറയാനുള്ളത്. ഇനിയും വെള്ളം ഉയർന്നാൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. കൺട്രോൾ റൂമുകൾ തുറക്കുന്നതിനും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനുമൊപ്പം മുല്ലപ്പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന 5 പഞ്ചായത്തുകളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരുക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ മേഖലയിൽ വ്യാപക മണ്ണിടിച്ചിൽ. വണ്ടിപ്പെരിയാർ ടൗൺ, വള്ളക്കടവ്, 62 മൈൽ എന്നിവിടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രാത്രിയും പകലും പീരുമേട് മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത്. വണ്ടിപ്പെരിയാർ ടൗണിനോട് ചേർന്നുള്ള കോണിമാറ എസ്റ്റേറ്റ് വക 30 അടിയോളം ഉയരമുള്ള മൺതിട്ട കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണു. ടൗണിൽ പ്രവർത്തിക്കുന്ന മുബാറക് ബിൽഡിംഗിന്റെ ഒരു വശത്തേക്കാണ് മൺതിട്ട ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിൽ ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ, വള്ളക്കടവ്, പ്ലാമൂട് പ്രദേശത്ത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന വനംവകുപ്പ് ജീവനക്കാരും ഇവർ വിവരം അറിയിച്ചതനുസരിച്ചെത്തിയ നാട്ടുകാരും ചേർന്നാണ് പിന്നീട് റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണും മരങ്ങളും നീക്കം ചെയ്തത്. മണിക്കൂറുകളോളം ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. മഴ ഭയങ്കര മഴയാണ്, ഭീതിയോടുകൂടിയാണ് ഞങ്ങൾ കഴിയുന്നത്. 2 മരങ്ങൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നു, വീണ്ടും ഇടിയാനുള്ള സാധ്യതയിൽ നിൽക്കുന്നു. കൂടാതെ വണ്ടിപ്പെരിയാർ ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന 3ഓളം ആളുകളുടെ വീടുകളിലേക്ക് പോകുന്ന വഴിയും കനത്ത മഴയിൽ ഇടിഞ്ഞുപോയി. മണ്ണിടിഞ്ഞതോടെ വീട് അപകടാവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ പിള്ളേർ 2 പേരും ഇവിടെ ഇല്ല. ഞാൻ രാവിലെ എനിക്ക് കടം തുറന്നപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുക. എൻ്റെ വീട് പോകും, എത്രയും പെട്ടെന്ന് ഇന്നൊരു തീരുമാനം എടുക്കണം. വണ്ടിപ്പെരിയാർ പെരിയാർ നദിയിലും ചോറ്റുപാറ കൈത്തോട്ടിലും ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നു. ഇരട്ടയാർ കാറ്റാടിക്കവലയ്ക്ക് സമീപം തോവാളമെട്ടിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. നെല്ലിക്കൽ വിജയകുമാറിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് കനത്ത മഴയിൽ ഇടിഞ്ഞത്. പുലർച്ചെ പെയ്ത ശക്തമായ മഴയിലാണ് കൽക്കെട്ട് ഇടിഞ്ഞു വീണത്. PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിച്ച നിർമ്മാണത്തിലിരുന്ന വീടിന്റെ കൽക്കെട്ടാണ് ഇടിഞ്ഞു വീണത്. റോഡിലേക്ക് വീണ കല്ലുകളും സിമന്റ് കെട്ടുകളും പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് നീക്കം ചെയ്ത ഗതാഗത യോഗ്യമാക്കിയതെന്ന് വീട്ടുടമ പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ ഈ സൈഡിലുള്ള ഭിത്തി ഇടിഞ്ഞു പോയി. അത് നമ്മുടെ റോഡിനും ഒക്കെ ഭീഷണിയാണ്. വീട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തറ കെട്ടിയിട്ടേക്കാണ്. PMAYയുടെ വീടാണ് അനുവദിച്ചേക്കുന്നത്. അതിൻ്റെ പണി പൂർത്തീകരിച്ചില്ല, തറ കെട്ടിയിട്ടിട്ടേ ഉള്ളൂ. ആ തറയോട് ചേർന്നിട്ടാണ് കല്ലുകെട്ട് ഇടിഞ്ഞു പോയേക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു. അദ്ദേഹം കൂലിപ്പണി ചെയ്ത് ഉപജീവനമാർഗം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. സാമ്പത്തികപരമായി തീർത്തും പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പഞ്ചായത്തിൽ നിന്നും PMAY പദ്ധതിയിൽപ്പെടുത്തി വീടിന് അനുവദിച്ചിരുന്നു. ആ വീടിൻ്റെ തറകൾ കെട്ടി ആ വീടിൻ്റെ പൈസ പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അതീവ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഈ കെട്ട് സഹിതം റോഡിലേക്ക് ഇടിഞ്ഞു വീണ് ഈ ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു മനസ്സോടുകൂടി ആ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ വന്നിരുന്നു, വില്ലേജിൽ നിന്ന് അധികാരികൾ വന്നിരുന്നു. അവരെല്ലാം വന്ന് നോക്കി ഇതിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധികാരികൾ മനസ്സ് തുറന്ന് ഈ പാവപ്പെട്ട ആളിൻ്റെ വീടിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടുവാനുള്ള നടപടി സ്വീകരിച്ച് തുടർ നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീട് നിർമ്മാണത്തിന്റെ ആദ്യ ഗഡുവായി ലഭിച്ച 48,000 രൂപ കൊണ്ട് തറയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. ഈ സമയത്താണ് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് തറ അപകട ഭീഷണിയിലായിരിക്കുന്നത്. ഇരട്ടയാർ വില്ലേജ് ഓഫീസറും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മഴ ശക്തമായതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ അയ്യപ്പൻകോവിൽ കാഞ്ഞിരത്തിങ്കൽ മുരളീധരനും കുടുംബവും. മലയോര ഹൈവേ നിർമ്മാതാക്കൾ വീട്ടിലേക്കുള്ള നടപ്പാത നിർമ്മിച്ചു നൽകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും കുടുംബം പറഞ്ഞു. മലയോര ഹൈവേ കടന്നുപോകുന്ന കട്ടപ്പന കുട്ടിക്കാനം പാതയിൽ പരപ്പിനും തോണിത്തടിക്കും ഇടയിലായിട്ടാണ് കാഞ്ഞിരത്തിങ്കൽ മുരളീധരന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. 2 വർഷം മുൻപ് മലയോര ഹൈവേ നിർമ്മാണത്തിനു വേണ്ടി ഇവരുടെ വീടിന്റെ മുൻവശത്തെ സംരക്ഷണ ഭിത്തിയിൽ നിന്നും കരാറുകാർ മണ്ണെടുത്തിരുന്നു. തുടർന്ന് ഏറെ നാളുകൾക്ക് ശേഷം കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചു നൽകിയെങ്കിലും ഇവരുടെ വീട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള നടപ്പാത നിർമ്മിച്ചു നൽകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ സമീപത്തെ മൺതിട്ട ഇടിഞ്ഞ് ഏത് നിമിഷവും വീടിന് അപകടം സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്.
പലതവണ കരാറുകാരോട് നടപ്പാത നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് മുരളീധരൻ പറയുന്നു. 2 വർഷമായിട്ട് പണം കിട്ടിയിട്ട് അവിടെ ഈ ഫ്രണ്ടിൽ കൂടെയാണ് നാളെ വാർത്ത തരേണ്ടത്. പക്ഷെ അത് ഇതുവരെ അവർ പണം തരുന്നില്ല. 2 ആഴ്ച മുമ്പും വന്ന് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷെ അത് കഴിഞ്ഞ് ഇതേവരെ ഒരു കയറൊക്കെ ഇട്ട് അതുവഴി പിടിച്ചൊക്കെ ആയിരുന്നു കയറി ഇറങ്ങിക്കൊണ്ടില്ല. വഴി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് റോഡ് കാര്യം ഇതേവരെ ഇവരെ അനുകൂലിപ്പോയില്ല. ഇവിട്ടാണ് വയ്യാതിരിക്കുന്നത്. ഒരു ദിവസം വന്നാൽ പോലും ഇറങ്ങി പോകാൻ പോലും ഒരു മാർഗ്ഗമില്ല. മഴയായി കഴിയുമ്പോൾ ഇതുപോലെ മണ്ണിടിച്ചിൽ ഭീഷണി അതാണ്. അതിനിപ്പം എന്തെങ്കിലും സർക്കാർ നടപടി എന്തെങ്കിലും ചെയ്തു തരണം. എനിക്കെല്ലാ ഒരു മാർഗ്ഗമില്ല. 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സമീപത്തെ മൺതിട്ട ഇടിഞ്ഞു വീണിരുന്നു. മുരളീധരന്റെ ഭാര്യ രാജമ്മയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ആശുപത്രിയിൽ പോകുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കും വീട്ടിൽ നിന്നിറങ്ങാനോ തിരിച്ചു കയറാനോ കഴിയാത്ത അവസ്ഥയിലാണ്. കട്ടപ്പന റേഷൻ കട കുന്തളംപാറയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയെ തകർന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് പതിച്ചു. രാമനാട്ട് സനോജ് ജോസഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. അയൽവാസിയായ കവിയിൽ സിബി ജോസഫിന്റെ വീട്ടിലേക്കാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. റേഷൻ കട കുന്തളംപാറയിൽ രാമനാട്ട് സനോജ് ജോസഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത്. കൽക്കെട്ടും മണ്ണും സനോജിന്റെ വീടിന്റെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സിബി ജോസഫിന്റെ വീട്ടിലേക്ക് പതിക്കുകയായിരുന്നു. ഈ സമയം ഇവിടെ വീട്ടുകാർ ഉണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ അപകടമുണ്ടായില്ല. സംഭവം മഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 1 മണിയായപ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോഴേ പരിക്കോത്ത മൊത്തം ഇടിഞ്ഞ് ഞങ്ങൾ വീഴുമായത്. ഭിത്തി സംരക്ഷണ ഭിത്തി ഇവിടെ അതിന് ചേർത്ത് പണ്ട് 10-18 വർഷം മുമ്പ് കെട്ടിയ സംരക്ഷണ ഭിത്തിയാണ്. എല്ലാവരും പേടിച്ച് കാറി ഓടി. ആളുകളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, കുഞ്ഞടക്കം ഉണ്ടായിരുന്നു. ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അതിന് തൊട്ട് ചേർന്നുള്ള മുറിയിൽ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. ഇടിഞ്ഞു വീണ കൽക്കെട്ടും കോൺക്രീറ്റും സിബി ജോസഫിന്റെ വീടിന്റെ ഭിത്തിയിൽ പതിച്ചു. ജനൽച്ചില്ലുകൾ തകർന്നതല്ലാതെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായാൽ ഇരു വീടുകൾക്കും അപകടം ഉണ്ടായേക്കും. നിലവിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് മണ്ണിടിഞ്ഞ ഭാഗം മൂടിയിരിക്കുകയാണ്. മഴ പെയ്യുന്നതോടെ അടിമാലി ടൗണിൽ ദേശീയപാതയിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പ്രതിസന്ധിയാകുന്നു. കാൽനടയാത്രയും വാഹനയാത്രയും വെള്ളക്കെട്ടുണ്ടാകുന്നതോടെ ദുഷ്കരമാകുന്നുവെന്നതിനൊപ്പം വ്യാപാരികൾക്കും വെല്ലുവിളിയാവുകയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. മഴ കനത്ത് പെയ്യുന്നതോടെ അടിമാലി ടൗണിൽ ദേശീയപാതയിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്ത് ഇതാണ് അവസ്ഥ. പാതയോരത്തോട് ചേർന്ന് വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതോടെ കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ ക്ലേശകരമാകും. സദാസമയവും വിദ്യാർത്ഥികളും പ്രായമായവരുമൊക്കെ കാൽനട യാത്രക്കാരായി ഉള്ള പ്രദേശമാണിവിടം. 100 കണക്കിന് വാഹനങ്ങളും കടന്നു പോകുന്നു. ഇവർക്ക് മാത്രമല്ല വ്യാപാരികൾക്കും വെള്ളക്കെട്ട് വെല്ലുവിളിയാവുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിക്കുന്നത് പരസ്പരം വാക്കുതർക്കങ്ങൾക്ക് വരെ ഇടവരുത്താറുണ്ട്. അധികമായി വെള്ളം ഉയർന്നാൽ റോഡിനോട് ചേർന്ന് താഴ്ഭാഗത്ത് പ്രവർത്തിക്കുന്ന കടകളിലേക്കും വെള്ളം ഒഴുകിയെത്തും. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയ ചില ജോലികൾ വെള്ളക്കെട്ടിനാക്കം കൂട്ടി. വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുവാനുള്ള വഴിയൊരുക്കി ബന്ധപ്പെട്ടവർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. അപകട സാധ്യത ഒഴിവാക്കാനായി കല്ലാർകുട്ടി ടൗണിൽ സ്ഥാപിച്ചിരുന്ന കെർവിറ്റ് കോൺവെക്സ് മിറർ പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ഏതാനും നാളുകൾക്ക് മുമ്പ് ലോറി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പാഞ്ഞുകയറി ഉണ്ടായ വാഹനാപകടത്തിലായിരുന്നു ടൗണിൽ സ്ഥാപിച്ചിരുന്ന മിറർ തകർന്നത്. മിറർ ഇല്ലാതായതോടെ പലപ്പോഴും തലനാരിഴയ്ക്കാണ് ടൗണിൽ അപകടം ഒഴിവായി പോകുന്നത്. കല്ലാർകുട്ടി ടൗണിൽ അടിമാലി കുമ്മളി ദേശീയപാതയോരത്തായിരുന്നു അപകട സാധ്യത ഒഴിവാക്കാനായി കെർവിഡ് കോൺവെക്സ് മിറർ സ്ഥാപിച്ചിരുന്നത്. തിരക്കേറിയ ജംഗ്ഷനൊപ്പം കൊടും വളവോടുകൂടിയ ഭാഗം കൂടിയാണ് കല്ലാർകുട്ടി ടൗൺ. വെള്ളത്തുവൽ ഭാഗത്തു നിന്നും അടിമാലി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് എതിർ ദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നതായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്ന മിറർ. ഏതാനും നാളുകൾക്ക് മുമ്പ് ലോറി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പാഞ്ഞുകയറിയുണ്ടായ വാഹനാപകടത്തിലായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്ന മിററും തകർന്നത്. തകർന്ന മിററിന് പകരം പുതിയ മിറർ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് വാഹനയാത്രികരുടെ ആവശ്യം. അടിമാലി കുമ്മളി ദേശീയപാതയിൽ അടിമാലിയിൽ നിന്നും 9ാമത്തെ കിലോമീറ്ററിലാണ് കല്ലാർകുട്ടി സിറ്റി സ്ഥിതി ചെയ്യുന്നത്. 100 വർഷം മുമ്പുള്ള ഒരു ചെറിയ സിറ്റിയാണിത്. അന്നുണ്ടായിരുന്ന വീതി മാത്രമേ ഈ റോഡിന് ഇപ്പോഴും ആ ഭാഗത്തുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കല്ലാർകുട്ടി സിറ്റിയിലെ കൊടും വളവും കൂടിയാണ്. 3 കൂടിയ ജംഗ്ഷൻ വന്ന് ചേരുന്ന ഭാഗം വലിയ ഒരു എസ് ബെൻഡാണ്. അപ്പോൾ ഇവിടെ അപകടം അടിക്കടി ഉണ്ടായപ്പോൾ ഒരു സേഫ്റ്റി മിറർ ഇവിടെ പണ്ട് സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഏതോ ലോറി വന്ന് തട്ടി അത് നശിപ്പിച്ചതിന് ശേഷം ഇതിപ്പോൾ 1 വർഷത്തോളം ആയിട്ടും ആ സേഫ്റ്റി മിറർ അവിടെ ഇല്ല. അതുകൊണ്ടിപ്പം വലിയ അപകടങ്ങൾ ഉണ്ടാകുകയും ചില തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ അപകടം ഉണ്ടാകാറുണ്ട്.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഒരു സേഫ്റ്റി മിറർ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. മിറർ ഇല്ലാതായതോടെ പലപ്പോഴും തലനാരിഴയ്ക്കാണ് കല്ലാർകുട്ടി ടൗണിൽ അപകടം ഒഴിവായി പോകുന്നത്. രാവിലെയും വൈകുന്നേരങ്ങളിലും കല്ലാർകുട്ടി ടൗണിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ വാഹനങ്ങൾ എതിർദിശകളിൽ നിന്ന് വരുന്നത് കാണാൻ കഴിയാതെ പോവുകയും പലപ്പോഴും ഗതാഗതക്കുരുക്കിന് ഇടവരുത്തുകയും ചെയ്യാറുണ്ട്. കൊടും വളവിനൊപ്പം 3 റോഡുകളുടെ സംഗമ കേന്ദ്രമെന്ന നിലയിൽ പഴയ സ്ഥാനത്ത് കർവ്ഡ് കോൺവെക്സ് മിറർ സ്ഥാപിച്ച് അപകട സാധ്യത ഒഴിവാക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ ദ്വിദിന ക്യാമ്പ് മറയൂരിൽ നടന്നു. ഭക്ഷ്യോൽപാദന വിതരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കൂടുതൽ കരുത്തോടെ മുമ്പോട്ട് പോകുന്നതിനും ലക്ഷ്യമിട്ടാണ് അസോസിയേഷൻ അംഗങ്ങൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. മറയൂർ ചന്ദന റോയൽ റിസോർട്ട് ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി സ്വാദ് എന്ന പേരിലാണ് ക്യാമ്പ് നടന്നത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു ക്യാമ്പിന് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി പി കെ മോഹനൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്യാമ്പിന്റെ ഭാഗമായുള്ള സമ്മേളനം അഡ്വക്കേറ്റ് എ രാജ MLA ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു ഹോട്ടൽ നടത്തണം. തൊട്ടടുത്ത് കുറേ ഹോട്ടലുകൾ ഉണ്ടെങ്കിലും പല ആളുകളും നമ്മുടെ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഒരു ഉടമ ചെയ്യുന്നത് ഏറ്റവും രുചിയായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. രുചിയായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ പെട്ടിക്കടകൾ മുതൽ ഇപ്പോൾ ദൈനംദിന പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്നു, ചില ആളുകളെല്ലാം ചില വിഷയങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. സംഘടനയുടെ നേതൃത്വത്തിൽ ഭക്ഷണശാലകളിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ഹെൽത്ത് പ്ലേറ്റ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ നിർവഹിച്ചു. കാലമനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ എല്ലാവരും ചിക്കൻ 65 കഴിച്ചു, ഇപ്പോൾ ഷവായ കഴിക്കുന്നുണ്ട്. അതല്ല, ഓക്കെ, ദർ ഇസ് അനദർ സ്റ്റെപ്പ് ഓൾസോ. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ടൂറിസമിന് ഏറ്റവും മികച്ച ഒരു സ്ഥലം ലോകത്തിൽ തന്നെ നേരിട്ടിട്ടുണ്ട്, അല്ലേ, ഇടം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടൈംസ് മാഗസിൻ തന്നെ 50 പ്ലേസസ് ടു വിസിറ്റിലെ ഓരോ പ്ലേസ് ആയിട്ട് നമ്മുടെ കേരളത്തിനെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത്രയും മാത്രം ഓരോരോ എക്സ്പീരിയൻസും നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് യുണീക്ക് ഫീച്ചറാണ് നമ്മളെ വേൾഡ് ടൂറിസം മാപ്പിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫുഡ്. ഉദ്ഘാടന ചടങ്ങിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് MS അജി അധ്യക്ഷനായിരുന്നു. ഇടുക്കി DMO ഡോക്ടർ സതീഷ് KN മുഖ്യ അതിഥിയായി. മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ജിതേഷ് ജോസ്, KHRA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ശുചിത്വ മിഷൻ നൽകുന്ന ലീഫ് റേറ്റിംഗിന്റെ സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടന്നു. ക്യാമ്പിന്റെ 2ാം ദിവസം ജില്ലാ കമ്മിറ്റി യോഗവും സംഘടനാ ചർച്ചയും നടന്നു. KHRA സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C ബിജുലാൽ, സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാജി, മറയൂർ യൂണിറ്റ് പ്രസിഡന്റ് ഗ്ലാഡ്സൺ തോമസ്, സന്തോഷ് പാൽക്കോ, മായ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡെക്കാസ ലൈറ്റ്സ് ഇലക്ട്രിക്കൽ എന്ന സ്ഥാപനം കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ITI ജംഗ്ഷനിലുള്ള സിറിൽ ടവർ ബിൽഡിംഗിലാണ് 40 വർഷമായി പ്രവർത്തന പരിചയമുള്ള ഡെക്കാസ ലൈറ്റ്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പ്രമുഖ കമ്പനികളുടെ വയറിംഗ് സാധനങ്ങൾ, ഫാൻസി ലൈറ്റുകൾ, പെയിന്റ്, മോട്ടോർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വിശാലമായ പാർക്കിംഗും ഡെക്കാസയുടെ പ്രത്യേകതയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PB ഏജൻസീസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അതിമനോഹരമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രസാദും ബെന്നിയും കൂടെ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. അതിൻ്റെ അടുത്ത തലമുറയിലേക്കുള്ളൊരു ഹാൻഡ് ഓവറിങ്ങാണ് അരവിന്ദിൻ്റെ ഈ സ്ഥാപനം. ഇതിന് സംഘടനയെ ആദ്യമായി പരിഗണിച്ച് കട്ടപ്പന മെർച്ചൻസ് അസോസിയേഷനെ പരിഗണിച്ച് പ്രത്യേകമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിന് എല്ലാവിധ ദൈവിക കൃപയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ്, SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ എന്നിവരിൽ നിന്നും ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് PK ഗോപി ആദ്യ വിൽപ്പന സ്വീകരിച്ചു.
വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി കെ ജോഷി, നഗരസഭാ കൗൺസിലർമാരായ ഷാജി കൂത്തോടി, സജിമോൾ ഷാജി, സിറിൾ മാത്യു, പി സി മാത്യു, ലിജോ ജോർജ്, ബെന്നി എം എ, പ്രസാദ് ടി കെ, ശോഭ പ്രസാദ്, അരവിന്ദ് പ്രസാദ്, ലക്ഷ്മി പ്രസാദ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ചോർന്നൊലിക്കുന്ന വീട്ടിൽ ദുരിത ജീവിതം നയിച്ച് പിന്നോക്ക വിഭാഗത്തിലെ നിർധന കുടുംബം. വാത്തിക്കുടി പഞ്ചായത്തിൽ 12ാം വാർഡിൽ പ്രകാശിലാണ് പഞ്ചായത്ത് ദത്തെടുത്ത ചേലപ്പാട്ടിൽ ലിസിയും കുടുംബവും ദുരിതമനുഭവിക്കുന്നത്. 2005 ആശ്രയ പദ്ധതിയിൽ ലഭിച്ച വീടാണിപ്പോൾ അപകടാവസ്ഥയിലുള്ളത്. നിർധനരായ പ്രകാശ് ചേലപ്പാട്ടിൽ മേരിയെയും മകൾ ലിസിയെയും വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ദത്തെടുത്തിരുന്നു. മറ്റ് ആശ്രിതരാരുമില്ലാത്തതിനെ തുടർന്നാണ് ഇവരെ പഞ്ചായത്ത് ഏറ്റെടുത്തത്. പിന്നീട് 2005 ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് വീടും വെച്ചു നൽകി. എന്നാൽ വർഷം 20 കഴിഞ്ഞിട്ടും വീട് പൂർണ്ണമായും പണി തീർത്തു നൽകാതെ വന്നതോടെ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. മേരി മരിച്ചതോടെ ഒറ്റപ്പെട്ട മകൾ ലിസി പിന്നീട് വിവാഹിതയാകുകയും ഇപ്പോൾ ഭർത്താവും ഒന്നിച്ച ഇതേ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ വെള്ളത്തിലാണ് കഴിയുന്നത്. യാതൊരു ആശ്രയവും ഇല്ല. വെള്ളം ഭയങ്കരമായിട്ട് പെരുമാറ്റാനും പോലും നിർത്തിയില്ല. പാചകം ചെയ്യുന്നതെല്ലാം വെള്ളത്തിൽ നിന്നാണ്. ഇനി കാലുവേദനയാണ് അനുഭവപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. ഇരുവരും രോഗികളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമുണ്ട്. പൂർണ്ണമായും ചോർന്നൊലിക്കുന്ന വീട് ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. പഞ്ചായത്തും അനുബന്ധ വകുപ്പുകളും ഇവർക്ക് വീടിന് അർഹതയുണ്ടെന്ന് കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിട്ടും തുടർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. ഞങ്ങൾ ഈ വീടിനെ പറ്റി എന്താ ചെയ്യുന്നത്? ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത്, കളക്ടറേറ്റിൽ അപേക്ഷ കൊടുത്ത് യാതൊരു മറുപടിയും കിട്ടുന്നില്ല. മേഖലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഈ കുടുംബത്തെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 185. വിൽപ്പനയ്ക്ക് വന്നത് 32,561. വിൽപ്പന നടന്നത് 32,561. കൂടിയ വില 3,205. ശരാശരി വില 2,624. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ. ഏലം കൂടിയ വില 2,550. ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിവ് 390. ഗ്രാമ്പു 780. കൊക്കോ 80. റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,070 രൂപ. വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ ഹൈറേഞ്ച് ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ മഴ അതിശക്തമായി തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ലോവർ പെരിയാർ, കല്ലാർകുട്ടി, പൊന്മുടി, മലങ്കര എന്നീ അണക്കെട്ടുകൾ തുറന്നു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. ചിന്നക്കനാലിൽ 12.5 ഏക്കറിൽ അധികം ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചു. CPM പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ളവർ കൈവശം വെച്ചിരുന്ന ഭൂമിയും ഒഴിപ്പിച്ചതിൽ ഉൾപ്പെടുന്നു. കയ്യേറ്റക്കാർ ഭൂമി കൈവശം വെച്ചിരുന്നത് വ്യാജരേഖകൾ ചമച്ച്. അതേസമയം വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണിതെന്ന് CPM നേതാവ് VX ആൽബിൻ.
തൊഴിൽ തട്ടിപ്പിനിരയായ ചക്കുവള്ള മണക്കര സ്വദേശി ജിനു ലൂയിസിന് കുവൈറ്റിൽ നേരിടേണ്ടി വന്നത് റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ക്രൂരമായ പെരുമാറ്റവും അമിത ജോലിഭാരവും. ജോലിക്കാരടക്കം 12 അംഗങ്ങളുള്ള വീട്ടിൽ ദിവസം ജിനു ജോലി ചെയ്തിരുന്നത് 17 മണിക്കൂറോളം. ഒരു മാസത്തെ ജോലിക്ക് ശേഷം നാട്ടിലേക്ക് തിരികെ പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഏജൻസിയിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും ദേഹോപദ്രവം ഏൽപ്പിച്ചതായും ജിനു. കട്ടപ്പന നഗരസഭയുടെ കീഴിൽ പുളിയൻമലയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തോട് ചേർന്ന് കൂടുതൽ സ്ഥലം വാങ്ങി വിപുലീകരിക്കാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്ന വാദവുമായി പ്രദേശവാസികൾ. നിലവിൽ ഈ പ്രദേശത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചതു മുതൽ പ്രദേശവാസികൾ നേരിടുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ കൂടുതൽ സ്ഥലം വാങ്ങി പ്ലാന്റ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.